ട്രോളിംഗ് നിരോധനം കൂടി എത്തിയിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. വറുതിയിലേക്ക് തീരദേശം കടക്കുകയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രതിസന്ധിയുടെ കാലത്തും സർക്കാർ കൈയൊഴിയുന്നു എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആരോപണം. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ നൽകുമെന്ന പ്രഖ്യാപനം പാഴ്വാക്കായി എന്നാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പറയുന്നത്. നിലവിൽ ലഭിക്കുന്ന റേഷൻ തന്നെയാണ് തൊഴിലാളികൾക്ക് നൽകുന്നത്. സാമ്പത്തിക സമാശ്വാസ പദ്ധതിയിലെ തുക ഒറ്റഘട്ടമായി നൽകണമെന്നും മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. നിലവിൽ മത്സ്യത്തൊഴിലാളികളെല്ലാം BPL കാർഡിൽ ഉൾപ്പെട്ടവരാണ്. അപ്പോൾ അത് പ്രത്യേകം ഒരു പാക്കേജായിട്ട് മത്സ്യത്തൊഴിലാളിക്ക് ഈ കാലയളവിൽ ഒരു അരി കൊടുക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. നിലവിൽ കിട്ടുന്ന റേഷൻ അരി കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ 7 മാസമായി മത്സ്യത്തൊഴിലാളികൾ ഒരു മത്സ്യവും പിടിക്കാൻ കഴിയാതെ പ്രതിസന്ധി ഘട്ടത്തിലാണ്. പക്ഷേ സർക്കാരുകൾ പ്രത്യേക പാക്കേജ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടും നാളെ ഇതുവരെയായിട്ട് ഒരു പാക്കേജ് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ സമ്പാദ്യ ആശ്വാസ പദ്ധതിയാണ്. ആ ആശ്വാസ പദ്ധതിയിൽ ഇപ്പോൾ ഒരു 1000 രൂപ കഴിഞ്ഞ 2 ദിവസം മുമ്പ് എല്ലാ മത്സ്യത്തൊഴിലാളികളെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ അത് ഒരു ഗഡുവായിട്ട് തന്നെ 4500 രൂപ പ്രത്യേകം കൊടുക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളി ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. സിനോജ് തോമസ് ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് സിനോജ് തോമസ്. നേരത്തെ തന്നെ സിനോജ് തയ്യാറായി നിൽക്കുകയായിരുന്നെന്ന് തോന്നുന്നു. PCR നിന്ന് സിനോജിന്റെ സി പറഞ്ഞപ്പോൾ തന്നെ സിനോജ് വന്നു. എങ്ങനെയുണ്ട് കാലാവസ്ഥ? അതിനുശേഷം നമുക്ക് മത്സ്യത്തൊഴിലാളികളുടെ റേഷനിലേക്ക് വരാം. സുജ പർവ്വതി, അതായത് മഴ മുന്നറിയിപ്പുണ്ട്, പക്ഷേ വലിയ മഴയില്ല. കാർമേഘം ആകാശത്തുണ്ട്. ഞാൻ നിൽക്കുന്നത് പുതിയാപ്പ ഹാർബറിലാണ്. ട്രോളിംഗ് നിരോധനം ആയതുകൊണ്ട് തന്നെ എല്ലാ ബോട്ടുകളും ഇവിടെ ഹാർബറിൽ അടുപ്പിച്ചിട്ടുണ്ട്. വലിയ മഴയില്ല. അതായത് നമ്മൾ പറഞ്ഞ വാർത്തയിലേക്ക് വരുവാണെങ്കിൽ, അതായത് അടുത്ത മാസം 31-ാം തീയതി വരെ ട്രോളിംഗ് നിരോധന കാലമാണ്. ശരിക്കും പറഞ്ഞാൽ വറുതിയുടെ കാലമാണ്. പഞ്ഞ മാസങ്ങളാണ് ഇവർക്കുള്ളത്. ഈ വല നെയ്യുന്ന പോലുള്ള ചെറിയ ജോലികൾ മാത്രമാണ് ഉള്ളത്. ആ വല നെയ്യുന്ന ജോലികൾ ഇവർ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ തൊഴിലാളികൾക്കും അങ്ങനെ ജോലി നൽകാൻ കഴിയില്ല. പക്ഷേ ഈ ട്രോളിംഗ് നിരോധനം സർക്കാർ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ പറയാറുള്ളത് സൗജന്യ റേഷൻ നൽകുമെന്നാണ് പറയാറുള്ളത്. പക്ഷേ തൊഴിലാളികൾ പറയുന്നത് ഇത്രകാലം ഞങ്ങൾക്ക് കിട്ടിയ ഏതാണ് റേഷൻ, ആ റേഷൻ മാത്രമാണ് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് തീരമേഖല ആയതുകൊണ്ട് തന്നെ BPL കാർഡുകളാണ് ധാരാളം ഉള്ളത്. ആ കാർഡിന് ഇതുവരെ കിട്ടുന്ന അരി മാത്രമാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ്റെ കാർഡൊക്കെ തന്നെ BPL കാർഡുകളല്ലേ? BPL കാർഡ്. സർക്കാർ സൗജന്യ റേഷൻ ഉണ്ടെന്ന് പറയുന്നു. കൂടുതലായിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല, ആ പഴയ ലെവലിൽ തന്നെ പോകുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. ഈ സാമ്പത്തിക സമാശ്വാസ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 4500 തരുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ കിട്ടുന്നത്? അത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ 1500 വെച്ച് തിരിച്ചു കൊടുക്കും മത്സ്യത്തൊഴിലാളികൾക്ക്. അവരുടെ വിഹിതമാണ്. നമ്മൾ 500 രൂപ വെച്ച് 3 മാസം ഒരു മത്സ്യത്തൊഴിലാളി കൊടുക്കും. ഈ പണം കൃത്യം ഈ സമയത്ത് ട്രോളിംഗ് നിരോധന കാലത്ത് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. ജൂണിൽ ഇപ്പോൾ ഫസ്റ്റ് ഗഡു വന്നു എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. 1500 ഇനി അടുത്ത ജൂലൈയിൽ, പിന്നെ ഓഗസ്റ്റിൽ. അത് ട്രോളിംഗ് കഴിയുമ്പോഴത്തേക്ക് കിട്ടുന്നത്? അത് എല്ലാവർക്കും വന്നിട്ടൊന്നുമില്ല. ഓരോരുത്തരും വരുന്നേ ഉള്ളൂ. പലർക്കും കിട്ടാത്തവരുണ്ട്, കിട്ടിയവരുണ്ട്. ഈ അടുത്ത മാസം 31 വരെ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നത്? നമ്മൾ ഒരുവിധ ആളുകൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു നേരിയ തോതിലുള്ള സാമ്പത്തികം അതിൻ്റെ അകത്ത് കിട്ടി ചില അങ്ങനെ ജീവിച്ചു പോകുന്നു. അല്ലാത്തത് ഇങ്ങനെ കുത്തിരുന്ന് ആ ഉള്ളത് തിന്ന് കുത്തിരിക്കുക, അത്ര തന്നെ. ഈ കിട്ടുന്ന റേഷനൊക്കെ തികയുന്നുണ്ടോ ആൾക്കാർക്ക്? ഒരിക്കലും ഉണ്ടാവില്ല. സാധാരണ ലെവലിൽ ഇന്നത്തെ കാലത്ത് പിടിച്ചേക്കാൻ പറ്റില്ല സാർ. അത് കൂടുതൽ റേഷൻ വേണമെന്നൊരു ആവശ്യമുണ്ടോ? ഇപ്പം നിലവിൽ കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ റേഷൻ വേണമെന്ന്? റേഷനിലെ സാമ്പത്തിക സഹായമായിട്ട് സർക്കാർ ചെയ്താണ് അത്രയും നല്ല കാര്യം. ഒരു പാക്കേജ് അല്ലേ? തമിഴ്നാട്ടിലൊക്കെ സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക്. ഒരാൾക്ക് വെച്ച് ഒരു കുടുംബത്തിന് ഇത്ര രൂപ എന്നുള്ളൊരു സാമ്പത്തിക പാക്കേജ് തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്കിതില്ല. അത് ഇവിടെ സൗജന്യ റേഷൻ, അത് BPLകാർക്കും എല്ലാവർക്കും കണക്കാണ്. BPLകാർക്ക് ആ റേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ കാര്യമൊന്നുമില്ല. കാരണം 52 ദിവസം ഇവരെ എങ്ങനെ ജീവിക്കും എന്നാണ് ഇവരെ ചോദിക്കുന്നത്. ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ രീതിയിലേക്കാണ് പോകുന്നത്. പിന്നാണെങ്കിൽ വർഷത്തിൽ 52 ദിവസം കഴിഞ്ഞാൽ പിന്നുള്ളത് ബാക്കിയുള്ള ദിവസങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസവും കാലാവസ്ഥ പ്രതിഭാസവും ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് സൂര്യ, അതായത് ഈ ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ 2-3 ആഴ്ചയുടെ കടലിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വലിയ കാറ്റും മഴയായിട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതോടൊപ്പമാണ് കപ്പലപകടം വന്നത്. അങ്ങനെ ഈ ട്രോളിംഗ് നിരോധന കാലത്ത് മാത്രമല്ല അതിന് മുൻപും ഈ കടൽ ക്ഷോഭിക്കുന്ന സമയത്തൊക്കെ തന്നെ കടലിൽ പോകരുതെന്ന് പറയുമ്പോൾ അവർക്ക് പോകാൻ കഴിയുന്നില്ല. 12 മാസത്തിൽ ഏകദേശം ഒരു 6 മാസത്തോളം കരയിൽ തന്നെയാണെന്നാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. സൂര്യ, ഓക്കെ, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. സാമ്പത്തിക സമാശ്വാസ പദ്ധതിയിലെ തുക, അതോടൊപ്പം തന്നെ ട്രോളിംഗ് നിരോധന കാലയളവിൽ കൊടുക്കേണ്ട സൗജന്യ റേഷൻ കിട്ടാത്തത്, അതൊക്കെയാണ് അവരുടെ ബുദ്ധിമുട്ട്. അത് പരിഹരിക്കും. ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളൊന്ന് കൊല്ലത്തേക്ക് പോവുകയാണ്.